ഹായ് ഗൈസ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു മൈ ചാനൽ വിപി അച്ചു ഹോം. നല്ലൊരു സോയാബീൻ വെച്ചിട്ട് ഒരു സോയാ ചില്ലി ഡിന്നറിനും ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. സോയ ചില്ലി തയ്യാറാക്കാനായിട്ട് ഒരു 100 ഗ്രാമോളം ഞാൻ സോയാബീൻ എടുത്തിട്ടുണ്ട്. ഇതാദ്യം വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് വെക്കണം. 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. ചൂടുവെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 15-20 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടുന്നതാണ്. ഞാനിപ്പോൾ സാധാ വെള്ളത്തിലാണ് കുതിർത്തെടുക്കുന്നത്. അങ്ങനെ 1 മണിക്കൂർ കുതിർത്തെടുത്ത സോയ കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് വേവിക്കാൻ എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 150 ml വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ വെള്ളം മൊത്തമായിട്ടൊന്ന് പറ്റിക്കിട്ടുന്നിടം വരെ തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നോക്കുക, വെള്ളം മൊത്തമായിട്ട് പറ്റിക്കിട്ടിട്ടുണ്ടെന്ന് നോക്കുക. അടിക്ക് പിടിക്കാതെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. സോയ ഫ്രൈ ചെയ്യാനായിട്ട് അതിൻ്റെ കോട്ടിങ് തയ്യാറാക്കാനായിട്ട് മൈദ ഒരു 1/2 കപ്പും കോൺഫ്ലവർ ഒരു 1/4 കപ്പും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ഒരു 3/4 ടീസ്പൂൺ ടേസ്റ്റിന് ആവശ്യമായിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഒത്തിരി അങ്ങ് തിക്കായിട്ട് കുഴച്ചെടുക്കൽ, അല്പം ലൂസായിട്ട് നമ്മൾ സോയാബീനത്തിൽ ബാറ്ററിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന രീതിയിൽ പരുവത്തിൽ കുഴച്ചെടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള സോയാബീനോട് ചേർത്ത് കൊടുക്കാം. ശേഷം സോയാബീൻ നല്ലതുപോലെ ആ ബാറ്ററിലൊന്ന് മുക്കി ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുക. നല്ലതുപോലെ ഇത് ഈ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇതിനെ നമുക്കൊന്ന് ഡീപ് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കാം. ഓയിലൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ പീസ് സോയ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. സോയാബീൻ പെട്ടെന്ന് അങ്ങ് കട്ട പിടിച്ച് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടത്തില്ല. ഇതുപോലെ ഓരോ പീസ് ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഒരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ ഗോൾഡൻ കളറാക്കി ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് എണ്ണ പോയതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കി സോയയും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. കറി തയ്യാറാക്കാനായിട്ട് ഒരു പാനിൽ ഒരു 4 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഓരോ ടീസ്പൂൺ വീതം ചെറുതായിട്ട് അരിഞ്ഞൊന്നിട്ട് കൊടുത്ത് അതിൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറുന്ന ഒരു 5 മുതൽ 6 സെക്കൻഡ് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ഒന്ന് മുപ്പിച്ചതിന് ശേഷം ഒരു മീഡിയം വലുപ്പമുള്ള സവാള ചെറുതായി ക്യൂബ്സായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയുടെ നിറം ഒന്ന് മാറുന്നിടം വരെ അതും ഒന്ന് വഴറ്റിയെടുക്കുക. ശേഷം സ്പ്രിംഗ് ഒനിയൻ്റെ ബൾബിൻ്റെ ഭാഗം ഒരു 1/2 കപ്പ് അരിഞ്ഞതും 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് അതിൻ്റെ നിറം ഒന്ന് മാറുന്നിടം വരെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കമാണ്. പല കളറിലുള്ള ക്യാപ്സിക്കമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 100 ഗ്രാമോളം ക്യാപ്സിക്കം വരും. ടേസ്റ്റിന് ആവശ്യമായിട്ട് ഒരു 1.5 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ക്യാപ്സിക്കം 1 മിനിറ്റോളം ഒന്ന് ഇളക്കി ഒത്തിരി ഒന്ന് വേവിച്ചെടുക്കുകയൊന്നും വേണ്ട. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് സോസിൻ്റെ എല്ലാം മിക്സാണ്. സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. ഇതൊരു 150 ml വെള്ളത്തിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. സോസും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഒരു മിനിറ്റ് അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒട്ടും കട്ടകളില്ലാതെ മിക്സ് ചെയ്തതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ശേഷം പെട്ടെന്ന് തന്നെ ഇളക്കി യോജിപ്പിക്കണം. കറിയുടെ ഗ്രേവി നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചാക്കാവുന്നതാണ്. നമുക്ക് അത് ഗ്രേവി കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സോസ് ചേർത്ത സമയത്ത് വെള്ളം ചേർക്കുമ്പോൾ അതിനനുസരിച്ച് ഗ്രേവിക്ക് വേണ്ടി വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതാണ്. കോൺഫ്ലോർ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്പ്രിംഗ് ഒനിയൻ്റെ ബൾബിൻ്റെ ഭാഗം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയുള്ള ലീഫിൻ്റെ ഭാഗം അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സോയയും കൂടെ ചേർത്ത് കൊടുക്കുക. സോയ ചില്ലി തയ്യാറാക്കാൻ പോകുന്നതിന് മുന്നേ നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രമേ തയ്യാറാക്കാൻ പോകാവൂ. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് റെഡിയാക്കുന്നതുകൊണ്ട് നമുക്കിത് പിന്നീട് അത് റെഡിയാക്കി എടുക്കാനുള്ള സമയം കിട്ടത്തില്ല. പെട്ടെന്ന് തന്നെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഈ ഒരു അളവിൽ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 6 പേർക്കൊക്കെ കറി സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. പുതിയ നല്ല നല്ല വിഭവങ്ങളുമായിട്ട് കാണുന്നിടം വരെ ബൈ ഗൈസ്. താങ്ക് യു.